വീട്ടമ്മമാരുടെ വലിയൊരു പ്രശ്നമാണ് അടുപ്പിലെ കറ. നിങ്ങളുടെ അടുപ്പും ഇതുപോലെ കറ പിടിച്ചിട്ടുണ്ടോ? എത്ര ഉരച്ച് കഴുകിയാലും കറ അവിടെ തന്നെ ഉണ്ടാകും. ഇത് എൻ്റെ വീട്ടിലെ അടുപ്പാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരിക്കലും വെള്ളം കണ്ടിട്ടില്ലെന്ന്. പക്ഷേ സത്യത്തിൽ ഞാൻ ദിവസവും ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. എങ്കിലും അടുപ്പിൻ്റെ ചുറ്റും ഇതുപോലെ കറുപ്പ് പിടിച്ചു പോകും. എത്ര തേച്ചാലും അത് പൂർണ്ണമായിട്ടും പോകാറില്ല. ഇതിന് ഒരു പരിഹാരം എനിക്ക് ഒരാൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് നിങ്ങളോടും ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കും ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മാർക്കറ്റുകളിൽ പോയാൽ അടുപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരുപാട് വില കൂടിയ ക്ലീനറുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. പക്ഷേ ഇനി മുതൽ ആരും അതുപോലെ ഒരുപാട് പൈസയൊന്നും ചിലവാക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വെറും 16 രൂപയുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എത്ര കറ പിടിച്ച അടുപ്പാണെങ്കിലും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. നിങ്ങൾ കണ്ടില്ലേ എന്തുമാത്രം അഴുക്ക് ഈ ഒരു അടുപ്പിലുണ്ട്. നമ്മളെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അടുപ്പ് ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു അടുപ്പിന് ചുറ്റുള്ള ടൈൽസിൻ്റെ കളറ് ഓറഞ്ചാണ്. അതുകൊണ്ട് അടുപ്പ് വൃത്തികേടായി കിടന്നാൽ പെട്ടെന്ന് എടുത്ത് കാണിക്കും കേട്ടോ. ഈ ഒരു അടുപ്പ് ഞങ്ങൾ ഒരു 10-15 വർഷം മുന്നേ ചെയ്തതാണ്. പക്ഷേ ആ ഒരു സമയത്ത് ഇതായിരുന്നു ഫാഷന്. പക്ഷേ ഇപ്പോൾ ഫാഷനൊക്കെ മാറി. ഇപ്പോൾ ബോക്സ് അടുപ്പാണ്. അതിൻ്റെ ടൈല് വരുന്നത് ബ്ലാക്കാണ്. അതുകൊണ്ട് എത്ര വൃത്തികേടായാലും പെട്ടെന്ന് അറിയില്ല കേട്ടോ. ഇതിപ്പം വിറക് ഇങ്ങനെ താഴെ വരുന്നത് കൊണ്ട് അവിടെയും ഒരുപാട് കറ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ബോക്സ് അടുപ്പാകുമ്പോൾ നമുക്കത് എടുത്ത് ആ ഒരു ടൈല് വെച്ചാൽ അതൊക്കെ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിലാവും. അതുകൊണ്ട് പെട്ടെന്ന് പുറമേ നിന്നൊക്കെ ആളുകൾ വന്നാലും അത്ര ഒരു വൃത്തികേടായിട്ട് തോന്നില്ല. ഇത് കണ്ടില്ലേ, കഴിയുന്നത് നമ്മൾ അടുപ്പിന് ചൂടുള്ള സമയത്ത് തന്നെ അടുപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ പാചകവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു നനഞ്ഞ തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഒട്ടും പോകുന്നില്ല. ആ ഒരു ചുറ്റുവട്ടമുള്ള കറ അങ്ങനെ ഉണ്ടാവും. അത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് പോക്കിയെടുത്തതിന് ശേഷം വീണ്ടും കുറേ കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വരും കേട്ടോ. ഞാനും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വിലകളുള്ള ഡിറ്റർജൻറ്റുകളൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നു. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത്. നമുക്ക് വെറും 16 രൂപയുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു അടുപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതാണ് സബീന പൗഡർ. അതായത് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഒരു പൊടിയില്ലേ, അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ഇത് ഒരു 2 സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു അടുപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. ഈ ഒരു പൊടിക്ക് വരുന്നത് ഒരു പാക്കറ്റിന് 16 രൂപയാണ്. നമ്മൾ മാർക്കറ്റുകളിൽ പോയാൽ നമുക്ക് ഒരുപാട് വില കൂടിയ ഒരുപാട് ക്ലീനറുകൾ വാങ്ങാൻ കിട്ടും. പക്ഷേ ഇനി മുതൽ നിങ്ങൾ ഒരുപാട് പൈസ കൊടുത്ത് അതുപോലെ ഒരു ക്ലീനറുകളും വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. ഇതുപോലെ ഒരു പാക്കറ്റ് സബീനപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2 മാസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് അടുപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. ഈ ഒരു സബീനപ്പൊടിയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, വളരെ കുറച്ച് മാത്രം. ജസ്റ്റ് ഒരു സൈഡിലിട്ടോ ഒന്നായിട്ട് അതിലൊഴിച്ചിട്ട് അങ്ങനെ കൊടുക്കരുത്. അതിനുശേഷം അടുപ്പ് ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ചൂടോടെ തന്നെ കഴിയുന്നതും ക്ലീൻ ചെയ്യാൻ നോക്കുക കേട്ടോ. ഈ ഒരു അടുപ്പിന് ചുറ്റും ഞാൻ ഈ ഒരു സബീനപ്പൊടി നന്നായിട്ട് വിതറി കൊടുക്കുന്നുണ്ട്. അടുപ്പിന് ചൂടുണ്ട്, നിങ്ങൾ കാണുന്നില്ല, അടുപ്പിൽ നന്നായിട്ട് തീയുണ്ട്. പക്ഷേ നമ്മുടെ കറയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ടല്ലേ, ഒരുപാട് കറയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഒരു ചൂടോടുകൂടെ തന്നെ ഈ ഒരു നനഞ്ഞ സബീനപ്പൊടി ഞാൻ ഈ ഒരു അടുപ്പിന് ചുറ്റും വിതറിയിട്ട് ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഉരതി കൊടുക്കുക കേട്ടോ. ഉരതി കൊടുക്കുന്നതിൻ്റെ മുന്നേ അടുപ്പിൻ്റെ ചുറ്റുവട്ടം കുറച്ച് വെള്ളം കൂടി കുടഞ്ഞു കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് ചുറ്റുവട്ടം നന്നായിട്ട് ആദ്യം ബ്രഷ് കൊണ്ട് ആ ഒരു സബീന പൗഡർ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ, നമ്മൾ ജസ്റ്റ് ബ്രഷ് കൊണ്ട് വരുത്തുന്ന സമയത്ത് തന്നെ ആ ഒരു കറകളൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അടുപ്പ് ചൂടുള്ള സമയത്ത് തന്നെ ഇത് ചെയ്യട്ടോ. ചൂടോടെ കൂടി ആ ഒരു സബീന പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം കുടഞ്ഞ് അതുപോലെ ബ്രഷ് വെച്ച് ഉരതി പോക്കുന്ന സമയത്ത് ഈ കറകളൊക്കെ നന്നായിട്ട് പോയി കിട്ടും കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് പോയിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ഞാൻ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഉണങ്ങി വരുന്നുണ്ട്. കാരണം നമ്മൾ ചൂടുള്ള അടുപ്പാണല്ലോ ക്ലീൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഈ ഒരു സബീന പൗഡർ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ചെറിയൊരു സ്ക്രബ്ബർ എടുത്തിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകുക കേട്ടോ. സ്റ്റീലായതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഒരിക്കലും നിങ്ങൾ അടുപ്പ് ആ ഒരു കമ്പീൻ്റെ സ്ക്രബ്ബർ ഇട്ട് ഉരതി കഴുകരുത്. കമ്പി ഇടുന്ന സമയത്ത് ഈ ഒരു സ്റ്റീലിന് വര വീഴും. പിന്നീട് ആ ഒരു വരേൻ്റെ ആ ഒരു ഗ്യാപ്പിലൊക്കെ ഇതുപോലെ അഴുക്ക് നിറയും കേട്ടോ. അപ്പം നമുക്ക് കൂടുതൽ പണി വരും.
അതുകൊണ്ട് ഇതുപോലെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ അല്ലാതെ ഇങ്ങനത്തെ സ്ക്രബ്ബർ നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക. പിന്നെ കണ്ടില്ലേ, ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിൽ മുക്കിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. കാരണം നന്നായിട്ട് ചൂടുണ്ടാവും. അപ്പോൾ ആ ഒരു ചൂട് കൈക്ക് പറ്റാതിരിക്കാൻ ആ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് വീണ്ടും വീണ്ടും അങ്ങനെ കഴുകിയെടുക്കുക. ഇതാണ് കേട്ടോ അടുപ്പിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടില്ലേ, നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ കറകളും പോയിട്ടുണ്ട്. ഒരു തുണി എടുത്തിട്ട് നന്നായിട്ട് ആ ഭാഗങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് വില കൂടിയ ക്ലീനറുകളൊന്നും വാങ്ങേണ്ട ഒരാവശ്യമില്ല. ഇതുപോലെ സബീന പൗഡർ എടുത്തിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. സബീന പൗഡറിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ഒരു പൗഡറിൻ്റെ ഒരു കവർ എൻ്റെ കയ്യിലില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഫോട്ടോയും കൂടി ഞാനൊരു വീഡിയോയുടെ കൂടെ കൊടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. കണ്ടില്ലേ, ഇപ്പം എന്ത് ഭംഗിയുണ്ട് കാണാൻ, കണ്ടോ? ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇത് ഇനിയിപ്പോൾ താഴെ സൈഡും ഇതുപോലെ തന്നെ ചെയ്യാം. പക്ഷേ അവിടെ ഒരുപാട് ചൂട് കൂടിയതായതുകൊണ്ട് തൽക്കാലം ഞാനിപ്പോൾ ചെയ്യുന്നില്ല, പിന്നീട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സബീന പൗഡർ. ഇതിന് വരുന്നത് 16 രൂപയാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അടുപ്പ് മാത്രമല്ല, നമുക്ക് ചെരുപ്പ്, പാത്രങ്ങൾ, അതുപോലെ ബാത്റൂം എല്ലാം ഇത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ.